ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കാണാനിടയായി. ഇൻഫാക്ട് അതൊരു വീഡിയോ ആയിരുന്നു. അതൊക്കെ വെച്ച് ഫാസിൽ സാറിൻ്റെ ഒരു സിനിമ ഭയങ്കര ഹിറ്റ്, തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാത്തുള്ളത്. അതായത് ഇത്രയും പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു പടം ഭയങ്കരമായിട്ട് ഹിറ്റായി. അന്നത്തെ ട്രെൻഡായിരുന്നു. പുള്ളി കുറേ നാൾ പുള്ളിയുടെ പേഴ്സണൽ റീസൺസ് ആയിട്ട് പുള്ളി മാറി നിന്നു. പുള്ളി വേറെ ബിസിനസ്സുകളിലേക്ക് പോയി. പിന്നെ പുള്ളി ഒരു കംബാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഷാഫിയുടെ സിനിമയാണ് എൻ്റെ ഓർമ്മ. പൃഥ്വിരാജ്, ജയസൂര്യ, ചാക്കോച്ചൻ. എന്നാതാൻ കേസുകൂട് എന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. അതെ, പുള്ളി ഇപ്പം ചെയ്യുന്ന കുറേ റോളുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഒന്നിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളാണ്. അതുപോലെ തന്നെ മാർട്ടിൻ പ്രക്കാടിൻ്റെ കൂടെയാണ് കഴിഞ്ഞ സിനിമയും ചെയ്തത്, നായാട്ട്. അതിനു മുമ്പ് പക എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. പിന്നെ ടിനു പാപ്പച്ചൻ്റെ കൂടെ സിനിമ ചെയ്യുന്നു, ചാവേർ. അതെ, ചാവേർ. അപ്പം ഇത് എല്ലാം നമ്മൾ നോക്കുമ്പം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, അതും വളരെ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിലുള്ള പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുള്ളി ആസ് എൻ ആക്ടറിൻ്റെ ഡിഫറൻസ് നമുക്ക് ആ സിനിമ കാണുമ്പം ശരിക്കും മനസ്സിലാകാം. അരുണെ, കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കാണാനിടയായി. ഇൻഫാക്ട് അതൊരു വീഡിയോ ആയിരുന്നു. അതായത് 1998 കുഞ്ചാക്കോ ബോബന്റെ ഒരു ആരാധിക അദ്ദേഹത്തിനൊപ്പം ഒരു ചിത്രം എടുത്തായിരുന്നു. 28 വർഷത്തിന് ശേഷം അതേ ആരാധികയോടൊപ്പം കുഞ്ചാക്കോ ബോബൻ ഒരു സെൽഫി എടുത്തു. അപ്പൊ ഈ 1996 അനിയത്തി പ്രാവ് എന്ന് പറയുന്ന ചിത്രം റിലീസാണ്. 97 അനിയത്തി പ്രാവ് റിലീസാവുന്നത്. അവിടം തൊട്ട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി. അതെ, എങ്ങനെ കാണുന്നു കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്ന നടന്റെ മാറ്റം? കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ചാക്കോച്ചൻ അല്ലേ, ഇപ്പം എല്ലാവരും ചാക്കോച്ചൻ എന്ന് പറയാം. അപ്പോൾ ഈ കുഞ്ചാക്കോ ബോബൻ്റെ ഇപ്പം ഞാൻ ഫസ്റ്റ് ഫിലിം തൊട്ട്, അപ്പം എൻ്റെ ഒരു കോളേജ് കാലഘട്ടമാണ് അത് സത്യം പറഞ്ഞാൽ. ഞാൻ ഡിഗ്രി പ്രീ ഡിഗ്രിയാണ്. അപ്പോൾ ആ കാലഘട്ടം. പക്ഷേ ഞാനിത് എറണാകുളം കവിത തിയേറ്ററിലാണ് പോയി കാണുന്നത് ഫസ്റ്റ്. അപ്പോൾ കവിത തിയേറ്ററിൽ കാണുമ്പോൾ ഇതൊരു രണ്ടുപേര് പുതിയത്, ശാലിനിയായിട്ട് വരുന്നത്. പക്ഷേ അവിടെ നിന്ന് നമ്മൾ നോക്കുമ്പം ഒരു ഭയങ്കര പയസ്ഡായിട്ടുള്ളൊരു മനുഷ്യൻ. അന്ന് നമ്മുടെ അതിന് പുള്ളിക്ക് ഇത് കൊടുത്തിരിക്കുന്നത് വോയിസ് ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കൃഷ്ണേന്ദ്രൻ സാറാണ്. കൃഷ്ണേന്ദ്രൻ സാറിൻ്റെ സൗണ്ട്, പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള മ്യൂസിക്. അതൊക്കെ വെച്ച് ഫാസിൽ സാറിൻ്റെ ഒരു സിനിമ ഭയങ്കര ഹിറ്റ്, തിയേറ്ററുകളിൽ ടിക്കറ്റ് കിട്ടാത്തുള്ളത്. അതായത് ഇത്രയും പുതുമുഖങ്ങൾ വെച്ച് ചെയ്യുന്ന ഒരു പടം ഭയങ്കരമായിട്ട് ഹിറ്റായി. അന്നത്തെ ട്രെൻഡായിരുന്നു അല്ലേ. പിന്നെ ആ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങനെ ആ ഒരു ട്രെൻഡിൽ തന്നെ ഒരു ചോക്ലേറ്റ് ബോയ് ക്യാരക്ടറിൽ ഇങ്ങനെ പോയി. അതിനൊക്കെ നക്ഷത്ര താരാട്ട് സിനിമ വരുന്നു. പിന്നീട് കുറേ ഇങ്ങനെ ഒരു നല്ല പക്ഷി, അത് ആ സെയിം ജോണറിൽ തന്നെയുള്ള പടങ്ങളായിരുന്നു പിന്നീട് ഇതിനൊരു ചേഞ്ച് വരണത് എനിക്ക് തോന്നുന്നത് പുള്ളി ഏകദേശം ഒരു സിനിമയൊക്കെ നിന്നൊക്കെ കുറച്ച് നാൾ വിട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ. കാരണം പുള്ളിക്ക് ഇത് തന്നെ കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതൊരു ആവർത്തന വിരസത എന്നുള്ള സാധനം വന്നു തുടങ്ങിയപ്പോഴേക്കും പതുക്കെ അതിൻ്റെ ഒരു ഡിമാൻഡ് കുറഞ്ഞു തുടങ്ങി. പിന്നെ പുള്ളി കുറേ നാൾ പുള്ളിയുടെ പേഴ്സണൽ റീസൺസ് ആയിട്ട് പുള്ളി മാറി നിന്നു. പുള്ളി വേറെ ബിസിനസ്സുകളിലേക്ക് പോയി. പിന്നെ പുള്ളി ഒരു കംബാക്ക് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഷാഫിയുടെ സിനിമയാണ് എൻ്റെ ഓർമ്മ. തുളസിദാസിൻ്റെ സിനിമയും ഉണ്ട്, 2-3 സിനിമകളിൽ. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദിലീപിൻ്റെ കൂടെ ഒരു ഫിലിമിൽ വന്നു. ദിലീപ്, കാവ്യ മാധവൻ, കുഞ്ചാക്കോ ബോബൻ സിനിമ വന്നു. അത് കഴിഞ്ഞ് പിന്നീട് വരുന്നത് കുറച്ചും കൂടിയുള്ള പ്രൊമിനൻ്റ് റോൾ വരുന്നത് സ്വപ്നക്കൂട്, അങ്ങനെയുള്ള സിനിമകളിൽ ഒരു കോ സ്റ്റാറായിട്ട് പൃഥ്വിരാജ്, ജയസൂര്യ, ചാക്കോച്ചൻ, അങ്ങനൊരു സിനിമ. അത് വന്ന് ഇങ്ങനെ പിന്നീട് കുറേ സിനിമകൾ അങ്ങനെ വന്നു കഴിഞ്ഞ് പിന്നെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 2014-15 കാലഘട്ടത്തിൽ പുള്ളി കുറേ ചേഞ്ചസ്, അതായത് ഇങ്ങനെയുള്ളൊരു പുള്ളിയുടെ ആ ഒരു സ്ഥിരമായിട്ടുള്ള റോളുകളിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ പുള്ളി കുറേ ശ്രമിച്ചു. അതിൽ നിന്നാണ് കുറച്ച് അള്ളു രാമേന്ദ്രൻ പോലെയുള്ള ക്യാരക്ടേഴ്സൊക്കെ വന്നു തുടങ്ങിയത്. പിന്നെ വർണ്ണയത്തിലാശങ്ക അതൊക്കെ വന്നു. പിന്നെ മേജർ ചേഞ്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളിയുടെ ഈ
എന്നതാൻ കേസ് കൂടെയാണ് പുള്ളിയുടെ കരിയറിലൊരു ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. അതും ഭയങ്കര ഒരു സിനിമയാണ് അല്ലേ? കണ്ടിട്ട് എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അതായത് മമ്മൂക്കയുടെ ഒരു സിനിമാ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് പോലെയാണ് ചാക്കോച്ചൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ ഒരു ഗ്രാഫ് എന്നത്. കാരണം ഇപ്പം നമ്മൾ മമ്മൂക്കയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നൊരു ചിത്രം എന്ന് പറയുന്നത് മൃഗയും ന്യൂഡൽഹിയാണ്. അതെ അതെ. അപ്പം നമ്മളിപ്പം മൃഗയും എന്നതാൻ കേസ് കൂടും നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു രൂപത്തിലും ആ ഒരു ക്യാരക്ടർ സ്ട്രക്ചർ അങ്ങനെയാണ്. അതെ. അപ്പം എന്നതാൻ കേസ് കൂടെന്ന് പറയുന്നത് കുഞ്ചാക്കോ ബോബനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു വലിയ നാഴികക്കല്ലാണ്. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് ആ സിനിമയിലെ രാജീവൻ എന്ന് പറയുന്ന കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നതും കുഞ്ചാക്കോ ബോബനെ കൊണ്ട് ഇത്രയും നർമ്മം അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുമോ എന്ന് നമുക്ക് തിയേറ്ററിൽ കയറുന്നതിന് മുമ്പ് പ്രേക്ഷകന് ഒരു സംശയം തോന്നിയേക്കാം. പക്ഷെ ആ സംശയം മുഴുവൻ ദൂരീകരിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അദ്ദേഹം ആ സിനിമയിൽ കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ ഇപ്പം ഈ അടുത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന് പറയുന്ന ചിത്രം, അപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അദ്ദേഹം പോലീസ് വേഷത്തിലാണ് വരുന്നത്. പക്ഷെ നമ്മുടെ മലയാളത്തിൽ നമ്മൾ കണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുമ്പോൾ മലയാളത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പോലീസ് വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. ചിലപ്പോൾ തർക്കം ഉണ്ടായിരിക്കാം, അതായത് സുരേഷ് ഗോപിയാണോ മമ്മൂട്ടിയാണോ. പക്ഷെ എങ്കിൽ പോലും ആ ഒരു ലീഗിലേക്ക് വരുന്നൊരു പ്രകടനമാണ് ചാക്കോച്ചൻ കാണിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബോഡി മാനറിസവും, അതായത് ഒരു നമുക്ക് പോലീസ് എന്ന് പറയുന്നൊരു, പ്രത്യേകിച്ച് കേരളം പോലെയുള്ളൊരു സ്ഥലത്തോ അല്ലെങ്കിൽ ഇന്ത്യ പോലെയുള്ളൊരു പോലീസിങ്ങിനോട് നമുക്കൊരു ഭയമുണ്ട്. അതിന് മാറ്റം വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. പക്ഷെ ആ പോലീസിനോട് തോന്നുന്നൊരു ഭയവും ഒരു നിസ്സംഗതയൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ആ ചാക്കോച്ചൻ്റെ ആ ഒരു കഥാപാത്രത്തിൽ CI ഹരിശങ്കർ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിൽ നന്നായിട്ട് കാണാം. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ സിനിമയിലെ കുടുംബത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ CI ഹരിശങ്കറായിട്ടുള്ള മാനസിക സംഘർഷങ്ങളും അദ്ദേഹം വളരെ നല്ല രീതിയിൽ വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുന്നൊരു നടൻ്റെ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത് അത്ര പ്രശംസനീയമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അത് വളരെയധികം. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പുള്ളി ഇപ്പം ചെയ്യുന്ന കുറേ റോളുകൾ വളരെ ഡിഫറെൻ്റ് ആണ്. ഒന്നിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളാണ്. അതും പുതിയ പുതിയ ഡയറക്ടേഴ്സിനായിട്ട് ചേർന്ന് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇപ്പം പൊതുവാളിൻ്റെ കൂടെ ചെയ്തു, അതുപോലെ തന്നെ മാർട്ടിൻ പ്രക്കാടിൻ്റെ കൂടെയാണ് കഴിഞ്ഞ സിനിമയും ചെയ്തത് നായാട്ട്. അതിനു മുമ്പ് പക എന്ന് പറയുന്ന സിനിമ ചെയ്യുന്നു. പിന്നെ ടിനു പാപ്പച്ചൻ്റെ കൂടെ സിനിമ ചെയ്യുന്നു, അതെ ചാവേർ. അപ്പം ഇത് എല്ലാം നമ്മൾ നോക്കുമ്പം ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, അതും വളരെ രീതിയിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറിലുള്ള പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പുള്ളി ആസ് എൻ ആക്ടറിൻ്റെ ഡിഫറൻസ് നമുക്ക് ആ സിനിമ കാണുമ്പം ശരിക്കും മനസ്സിലാകാം. ഇപ്പം ഈ പറയുന്ന ഇത് ബോഗൻവില്ല എന്ന് പറയുന്ന സിനിമ ഇവൻ അമൽ നീരദിൻ്റെ കൂടെ ചേർന്ന് അത് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ഉദയ സ്റ്റുഡിയോസിൻ്റെ ആയിട്ടുള്ള സിനിമകൾ തന്നെ പൗലക്കുയില എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 3 സിനിമകൾ 4 സിനിമകൾ ഈവൻ എന്നാത്താൻ കേസ് കൂടെ പുള്ളിയുടെ പ്രൊഡക്ഷനാണ്. ഇപ്പോൾ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ്, ഇപ്പം എമ്പുരാനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ഇനി മലയാള സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റും ഏറ്റവും സ്റ്റാർ സ്റ്റഡഡ് ആയിട്ടുള്ളൊരു മൂവി T20 കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന ഏറ്റവും വലുത് മഹേഷ് നാരായണൻ്റെ കീഴിൽ വരുന്ന സിനിമ, അതിൻ്റെ കോ പ്രൊഡ്യൂസർ കൂടിയാണ് ചാക്കോച്ചൻ. അപ്പോൾ അങ്ങനെ സിനിമയുടെ ഒരുപാട് ചേഞ്ചസിൽ ഈവൻ മഹേഷ് നാരായണൻ്റെ കൂടെ ഒരു സിനിമയും ഇതുപോലെ തന്നെ പുള്ളി ഇതിനിടയിൽ ചെയ്തായിരുന്നു. ടേക്ക് ഓഫ് എന്ന് പറയുന്നൊരു ചിത്രം. ടേക്ക് ഓഫിലും കുഞ്ചാക്കോ ബോബൻ വളരെ നല്ലൊരു പ്രകടനമാണ് ഫഹദ് ഫാസിലിനോടൊപ്പം പാർവതി തിരുവോത്തിനൊപ്പവും അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ എന്തുമാത്രം വ്യത്യസ്തമാണെന്നുള്ളത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്നൊരു ഘടകമാണ്. ഇത്തരത്തിലുള്ളൊരു സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് തന്നെ ഒരു വലിയൊരു നേട്ടം തന്നെയാണ്. അതായത് ഒരു കച്ചവട സ്വഭാവമുള്ള, അതുപോലെ തന്നെ മനുഷ്യനെ ഒരുപാട് ചിന്തിപ്പിക്കാനും ശേഷിയുള്ള കലാമൂല്യമുള്ള ചിത്രങ്ങളാണ്. ഇപ്പം ടേക്ക് ഓഫ് ആണെങ്കിലും അഞ്ചാം പാതിരയാണെങ്കിലും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഇറങ്ങിയൊരു
മലയാള സിനിമയിലെ വലിയൊരു നാഴികക്കല്ലാണ് ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറിൽ വന്നിരിക്കുന്ന അഞ്ചാം പാതിര. അതിന്റെ തുടർച്ചയായിട്ടുള്ള ആറാം പാതിരയ്ക്ക് വേണ്ടി നിരവധി പേരാണ് കാത്തിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ തന്നെ വരിക എന്ന് പറയുന്നത്. അതിലെ വേഷവും കുഞ്ചാക്കോ ബോബൻ വളരെ നല്ല രീതിയിലാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വളർച്ച എന്ന് പറയുന്നത് തികച്ചും അസൂയാവഹമായിട്ടുള്ളൊരു വളർച്ചയാണ്. ഒരു സമയത്ത് അദ്ദേഹം മലയാള സിനിമയിൽ തികച്ചും അപ്രസക്തമായ ഒരു സ്ഥലത്തു നിന്നാണ് ഇന്ന് ഈ പറയുന്ന പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെയോ മമ്മൂക്കയുടെയോ ഒപ്പം തന്നെ ബാങ്കബിൾ ആയിട്ടുള്ളൊരു സ്റ്റാറായിട്ട് അദ്ദേഹം നിലനിൽക്കുന്നത്. ഇപ്പം 97 തൊട്ടുള്ളൊരു പ്രയാണമാണ്. അതിന് ആ ഒരു സമയത്തിനുള്ളിൽ എത്ര നടീനടന്മാര് വന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്നും ചാക്കോച്ചൻ്റെ ഒരു സ്ഥാനം, അതായത് ഒരു ചോക്ലേറ്റ് ബോയിൽ നിന്ന് ഈ പറയുന്ന പോലെ ഒരു കോപ്പിന്റെ വേഷത്തിൽ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമല്ല. പിന്നെ അതും നായക സ്ഥാനത്ത് തന്നെ നിൽക്കുക. ഒരു 30 വർഷമാകുന്നു. ഈ പറഞ്ഞ പോലെ 97 തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും 28 വർഷമായി പുള്ളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. അതും ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട് ഇതുപോലെയുള്ള നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്ത് എന്നാൽ പുള്ളിയുടെ സ്ഥാനമുണ്ട്. പുള്ളി അതിനകത്ത് ഒരുപാട് നായകന്മാരും പുതിയ സൂപ്പർ സ്റ്റാറുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പുള്ളിയുടെ ഒരു സ്ഥാനം എപ്പോഴും മലയാള സിനിമയിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പണ്ട് എപ്പോഴോ പുള്ളിനെ കുറിച്ച് ലാൽ ജോസ് പറഞ്ഞേക്കണ ഒരു ഇതിൽ എനിക്ക് എപ്പോഴും ഇത് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്ന സിനിമയിൽ വളരെ നല്ലൊരു പടമാണ്. അതിൽ കാസ്റ്റ് ചെയ്തപ്പം ലാൽ ജോസ് പറഞ്ഞിട്ടുള്ളതാണ്, നിന്നിട്ട് ഇത്രയും കാലമായിട്ട് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചാക്കോച്ചൻ എന്ന് പറയുന്ന ആൾക്ക് എപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ഥാനമുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പം ബോഗൻവില്ലയിൽ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ കണ്ടൊരു സിനിമയാണ്. അത് എനിക്ക് ഡെഫിനറ്റ്ലി അതൊരു ഡിഫറെൻറ്റ് ജോണറിലാണ്. ഇപ്പം നമ്മൾ സാധാരണ അമൽ നീരദ് പടം കാണുന്ന ഒരു മൈൻഡ് സെറ്റിൽ പോയാൽ ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അത് എനിക്ക് വളരെയധികം ഞാൻ എൻജോയ് ചെയ്തു. പക്ഷേ അതിൽ ഒരു വില്ലൻ റോളാണ് പുള്ളി ചെയ്യുന്നത്. അത് വളരെയധികം ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്തു. പുള്ളിക്ക് അത്രയും നല്ല ഇത് ചെയ്യുന്നു. പിന്നെ ഇപ്പോൾ വരാൻ പോകുന്ന സിനിമകളും ഇനി പൊതുവാളുടെ കൂടെ ഒരു പ്രൊജക്റ്റ് ഓണാണെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കൂടുതൽ അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ പുള്ളിയായിട്ട് പല രീതിയിൽ അസോസിയേറ്റഡ് ആണ്. അവരുടെ ഫാൻസ് അസോസിയേഷനും ഇതൊക്കെ ആയിട്ട്. അപ്പം എല്ലാ രീതിയിലും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ ഈ ഒരു 10 വർഷത്തിനുള്ളിൽ ചെയ്യാൻ പറ്റിയെന്ന് പറയണത് ഈ 2015-നും 2025-നും ഇടയിൽ അത്രയും വെറൈറ്റി റോൾസ് ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നത് ചാക്കോച്ചൻ മാത്രമേ ഉള്ളൂ. വേറെ ആരും അത്രയും എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ല. ഈവൻ ഹൗ ഓൾഡ് ആർ യുവിൽ പുള്ളി ഭയങ്കര ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടറാണ് മഞ്ജു വാര്യറിൻ്റെ കൂടെ ഇത് ചെയ്തത് അല്ലേ. ആ പുള്ളിയുടെ ഇമേജിനെ ബാധിക്കുന്നത്. അതായത് ചോക്ലേറ്റ് ബോയ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് സ്ത്രീ പ്രേക്ഷകർ ആരാധിക്കുന്ന ഒരു മുഖമാണ് ചാക്കോച്ചൻ്റെ. അപ്പം അതിന് വ്യത്യസ്തമായിട്ട് ആ ഒരു ചോക്ലേറ്റ് ബോയ് ഒരു കുടുംബജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെ തുടർന്ന് പോകുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിരിക്കും. അത് മഞ്ജു വാര്യറിൻ്റെ തിരിച്ചുവരവുമായിരുന്നു. പക്ഷേ ആ വേഷം ഒട്ടും കൈവിട്ടു പോകാതെ വളരെ നല്ല രീതിയിൽ, അതായത് ഇപ്പം അവിടെ മഞ്ജു വാര്യറിന്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രസക്തി കിട്ടുന്നത് സ്വാഭാവികമായിട്ടും മഞ്ജു വാര്യറിനായിരിക്കും. പക്ഷെ അവിടെ ഒന്നും പുള്ളിക്ക് യാതൊരുവിധ ഒരു ഇൻഫീരിയോറിറ്റിയും തോന്നാതെ ആ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ആ നടന്റെ വളർച്ചയിലേക്കുള്ളൊരു പാത തന്നെയാണ് പുള്ളി സ്വയം അവിടെ കണ്ടെത്തിയത്. അതെ, ഞാൻ ഈ ഇടയ്ക്കൊരു ജഗദീഷിൻ്റെ ഈ ഹൗ ഓൾഡ് ആർ യുവിൻ്റെ ഒരു പ്രൊമോഷൻ്റെ വീഡിയോയിൽ കണ്ടപ്പം ജഗദീഷ് ചേട്ടൻ്റെ ഒരു കമൻറ്റ് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഗദീഷ് ചേട്ടനും ഇതുപോലെ തന്നെ പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യത്യസ്തമായ റോളുകൾ നോക്കി. കാരണം പുള്ളിയും പറയുന്നത് പറഞ്ഞാൽ പുള്ളിയും സ്ഥിരമായിട്ട് ഈ കോമഡി ഒന്നല്ലെങ്കിൽ കൂട്ടുകാരനായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരൻ്റെ അമ്മാവനായിരിക്കാം. അങ്ങനത്തെ റോളിൽ നിന്നും പുള്ളിയും ഈ പറഞ്ഞ ഒരു 4-5 വർഷമായിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളാണ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ചാക്കോച്ചൻ്റെ കേസ് പറയുമ്പോഴും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകൾ. നെഗറ്റീവ് ഷെയ്ഡുള്ള വേട്ട, രാജേഷ് പിള്ളയുടെ പടമായിട്ടുള്ള വേട്ടയിൽ ഭയങ്കരമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമായിരുന്നു. അതുപോലെ തന്നെ ട്രാഫിക്കിലെ റോള് ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾസ് എടുക്കാൻ കാണിക്കുന്ന ഒരു ധൈര്യവും, അല്ല എനിക്ക് ആ ഒരു സ്റ്റാർഡം ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റാർ ഇപ്പോൾ ഇതിലുള്ള രീതിയിലുള്ള സിനിമകളെ എടുക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഇതല്ല. അതാണ് വളരെ ഡിഫറെൻ്റ് ആയത് ചാക്കോച്ചന്. അതുകൊണ്ടാണ് ആ ഒരു മനസ്സ് കാണിക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. കൂടുതൽ പുള്ളിക്ക് ഇതുപോലെയുള്ള സിനിമകളും ഇപ്പോഴും പുള്ളിയുടെ സ്ഥാനം ഇപ്പോൾ മലയാള സിനിമയിൽ പുള്ളി ഇപ്പോഴും ഈ ലാസ്റ്റ് വന്ന ഹിറ്റായിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ
നമുക്ക് മനസ്സിലാവുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ സെലക്ഷൻ നിന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മലയാള സിനിമയിൽ ടോപ്പിൽ നിൽക്കുന്ന ലാലേട്ടനാണെങ്കിൽ അദ്ദേഹം ഒരു പരിധിവരെ പാച്ചിക്കയുടെ ഒരു ഫൈൻഡാണ്, ഫാസിൽ സാറിൻ്റെ ഒരു ഫൈൻഡാണ്. പിന്നെ ചാക്കോച്ചൻ എന്ന് പറയുന്നത് ഫാസിൽ സാറിൻ്റെ ഒരു ഫൈൻഡാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വന്തം മകൻ ഫഹദ് ഫാസിൽ ഈ പറയുന്ന പോലെ ഫാസിൽ സാറിൻ്റെ തന്നെ ഒരു ഫൈൻഡാണ്. ഇൻട്രസ്റ്റിംഗ്ലി ഇന്നും മലയാള സിനിമ ഓടുന്നത് യാതൊരുവിധ തർക്കമില്ല, മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും പേരിലാണ് ഇന്നും മലയാള സിനിമ. അതായത് പുതിയ സിനിമ ഇനിയിപ്പോൾ വേറെ ഏത് താരത്തിനോടൊപ്പം ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാലും മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ ഒരു സിനിമയുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലാ മലയാളികളും ആ ഫാൻസ് ഭേദമന്യേ പോയി കണ്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഹരീഷ്ണൻസിലും ഇവരുടെ രണ്ടുപേരുടെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നത് ചാക്കോച്ചനാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പം മലയാള സിനിമയിൽ ഇപ്പൊ ഒരു മൂന്നാമത്തെ ഒരു സ്ഥാനം നമുക്ക് വേണമെങ്കിൽ ഒരു ബാങ്കബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാർ എന്നുള്ള നിലയിൽ ഫഹദ് ഫാസിലുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഇടിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ചാക്കോച്ചൻ. അപ്പൊ അതുകൊണ്ട് ചാക്കോച്ചന്റെ ആ ഒരു എഫേർട്ട് സത്യമായിട്ടും നമ്മൾ അംഗീകരിക്കേണ്ട ഒന്നാണ്. കാരണം ഇങ്ങനൊരു വീഡിയോ തന്നെ ചെയ്യാനായിട്ട് പ്രേരണ തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഈ ലേറ്റസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ CI ഹരിശങ്കർ എന്ന് പറയുന്നൊരു കഥാപാത്രത്തിൻ്റെ ഒരു പെർഫെക്ഷനാണ്. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ വരും വർഷങ്ങളിൽ മലയാള സിനിമയിൽ ഇതുപോലെ ഒത്തിരി വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ സംഭാവന ചെയ്യാനായിട്ട് നിരവധി ചിത്രങ്ങളുണ്ട്. നേരത്തെ നമ്മൾ പരാമർശിച്ചതുപോലെ എൽസമ്മ എന്ന ആൺകുട്ടി, പിന്നെ ഓർഡിനറി, റോമൻസ്, പിന്നെ നമ്മുടെ അഞ്ചാം പാതിര, എന്നാ താൻ കേസുകൂട്, ഇതുപോലെ ഭീമന്റെ വഴി, അത് മറ്റൊരു മികച്ച ചിത്രമാണ്. പിന്നെ ആഷിഖ് അബു ഒക്കെ ആയിട്ട് ചേർന്ന് വൈറസ് എന്ന് പറയുന്ന ഒരു ചിത്രം. ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിൽ സിനിമ ഇനിയും സംഭാവന നൽകാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ ഉദയ സ്റ്റുഡിയോയും ഉദയ പ്രൊഡക്ഷൻസ് എന്നുള്ള പേരിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. നല്ല നല്ല സിനിമകൾ നമ്മുടെ പ്രേക്ഷകർക്ക് ചാക്കോച്ചിനെ നൽകാൻ കഴിയട്ടെ എന്ന് നമ്മൾ ആശിക്കുന്നു, അല്ലേ? അതെ, ഡെഫിനറ്റ്ലി. ഇനി വരുന്ന വർഷങ്ങളിൽ നമ്മൾ കൂടുതൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം മഹേഷ് നാരായണൻ്റെ പടം തന്നെ എനിക്ക് തോന്നുന്നത് എംബ്രാൻ കഴിഞ്ഞിട്ട് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം അതിൻ്റെ എന്തോ ഒരു പോസ്റ്റർ ഉണ്ട്, ഇതിന് ഫാൻ മെയ്ഡ് പോസ്റ്റർ ആണോന്ന് അറിയില്ല, പക്ഷേ സീംസ് ടു ബി പ്രോമിസിങ്. ഇതെല്ലാവരും ഉണ്ട്. അതിനിടയിൽ ചാക്കോച്ചനുണ്ട് ആ സിനിമയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതൊരു വലിയൊരു പടമായിരിക്കും. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചാക്കോച്ചൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോളുകളും ഇതുമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സുള്ള സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഓക്കെ, താങ്ക് യു.